ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായും എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിലെ ഓൾ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഇതിലേക്ക് ഞാൻ വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി തൊലി കളഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി നല്ല ചെറുതാക്കിയിട്ട് വേണം ഇടാൻ, 2 അല്ലി വേപ്പിലയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. അതിലേക്ക് ഞാൻ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും ഇട്ട് അതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ടീസ്പൂൺ മസാല, പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും ഇട്ട് പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം. ആ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് വന്നിട്ട് ഇനി ഇതിലേക്ക് സ്പൂണായിട്ട് നമുക്ക് കുറച്ച് കോരി ഇടാം. നന്നായി മുരിച്ചെടുക്കണം. ഫ്ലെയിം കുറക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റിയായ പക്കോട ഇവിടെ റെഡി ആയിരിക്കണം. ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചട്നി ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നാൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ബായ്.